ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹിയുടെ റൂമിൽ ഗംഗ നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ മുത്തശ്ശി അവിടേക്ക് വരുന്നു. എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗ അപ്പോൾ പറയണം മഹിയേട്ടന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണെന്ന്. അതിനുശേഷം മഹിയുടെ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങുകയാണ് ഗംഗ. മഹിയുടെ കാല് തൊട്ട് വന്നിക്കുന്നു. മഹിയാണെങ്കിൽ ഗംഗയെ എഴുന്നേൽപ്പിക്കുന്നു. ഗംഗയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, മഹിയേട്ടനെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശ്രേയ അവിടേക്ക് വരുന്നുണ്ട്. ശ്രേയ പറയാണ് സമയമായി താഴേക്ക് വരാനെന്നൊക്കെ. ശ്രേയയും മുത്തശ്ശിയും കൂടെ ആണെങ്കിൽ ഗംഗയെ കൂട്ടിയിട്ട് താഴേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് മാളുവിനെയാണ്. മാളു ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നകുൽ അടുത്തേക്ക് വരുന്നു. നകുലിനെ കാണുന്നത് മാളു പിന്നോട്ട് പോകുന്നുണ്ട്. നകുൽ ആണെങ്കിൽ മാളുവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഗംഗയെ ഞാൻ ഉറപ്പായിട്ടും വിവാഹം കഴിച്ചിരിക്കും. നീയും നിന്റെ അച്ഛനോ അത് മുടക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. നകുൽ മാളുവിന്റെ രണ്ട് കൈയും ഉലച്ചുകൊണ്ട് ദേഷ്യത്തോടെയാണ് പറയുന്നത്. മാളുവിനും അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മാളു പറയുന്നുണ്ട്, ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ നിശ്ചയം നടക്കുന്നത് വരെ ഈ റൂമിന് വെളിയിൽ വരാൻ പാടില്ല, ഇവിടെ തന്നെ മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മാളു ആണെങ്കിൽ റൂമിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മാളുവിനോട് നകുൽ ദേഷ്യപ്പെടുന്നുണ്ട്. മര്യാദയ്ക്ക് നീ ഈ റൂമിൽ തന്നെ അടങ്ങിയിരുന്നോണമെന്ന് പറയുന്നു. മാളു അത് കേൾക്കുമ്പോൾ പേടിച്ചു പോവുകയാണ്. മാളു ആണെങ്കിൽ റൂമിലേക്ക് വരുന്നു. ആ സമയത്താണെങ്കിൽ ഗൗരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗൗരിക്കും അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഗൗരി അപ്പോൾ പറയാണ്, എന്റെ കുഞ്ഞിനെ നീ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ഗൗരി നകുലിനെ അവിടെ ഇരിക്കുന്ന ഒരു സാധനം വെച്ച് തലയ്ക്കടിക്കുന്നു. അപ്പോൾ നകുൽ വിചാരിക്കുന്നുണ്ട് മാളുവാണെന്ന്. മാളുവിനെ ഉപദ്രവിക്കാൻ വീണ്ടും ചെല്ലുമ്പോഴേക്കും ഗൗരി വീണ്ടും നകുലിനെ അടിക്കുകയാണ്. ഗൗരി നകുലിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതിനുശേഷം പുറത്തു നിന്നും ഡോറ് പൂട്ടിയതിനു ശേഷം പോവുകയാണ്. പിന്നീട് മഹിയുടെ അടുത്തേക്ക് മഹിയുടെ കൂട്ടുകാരൻ ചെല്ലുന്നു. കൂട്ടുകാരൻ പറയണം, നിന്റെ മുഖം മാറിയിരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഗംഗയുടെ വിവാഹം തീരുമാനിച്ചപ്പോൾ തൊട്ട് നിന്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കൂടെ സമയം വൈകിട്ടില്ല. നിനക്ക് മാളുവിനും വേണമെങ്കിൽ ഗംഗയെ തിരിച്ചെടുക്കാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയാണ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, മുത്തശ്ശിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനും മോളുമാണെങ്കിൽ ഗംഗയുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ആകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ആകെക്കൂടിയുള്ള ടെൻഷൻ നകുലിനെ ഓർത്തിട്ടാണ്. അവൻ നല്ലവനാണോ ചീത്തയാണോ എന്നൊരു സംശയമുണ്ട്. അതുകൂടെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാകുമെന്നൊക്കെ പറയുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, നിനക്കിത് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നതെന്നൊക്കെ. അതിനുശേഷം പൂജാരി പറയുന്നുണ്ട് മുഹൂർത്തത്തിന് സമയമായെന്ന്, ചെറുക്കനെയും പെണ്ണിനെയും വിളിക്കാനെന്ന് പറയുന്നു. ഗംഗയാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ നകുൽ വരുന്നില്ല. എല്ലാവരും ആണെങ്കിൽ നകുലിനെ അന്വേഷിക്കുകയാണ്, ഈ സമയത്ത് എവിടെ പോയെന്നൊക്കെ പറഞ്ഞിട്ട്. മാളുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നകുലിനെ കാണാത്തത് കൊണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നകുൽ അവിടേക്ക് വരുന്നുണ്ട്. നകുലിനെ കാണുമ്പോഴേക്കും ശ്രേയയ്ക്കും ശ്രേയയുടെ അമ്മയ്ക്കുമൊക്കെ വലിയ ആശ്വാസമാകുന്നു. നകുൽ വന്നതിന് ശേഷം എവിടെയായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. നകുൽ അപ്പോൾ പറയുന്നുണ്ട് അപ്പുറത്ത് വരെ പോയതാണെന്നൊക്കെ. അതിനുശേഷം ഗംഗയുടെ ഒപ്പം നകുലും വന്ന് നിൽക്കുന്നു. പൂജാരി അപ്പോൾ പറയുന്നുണ്ട് മോതിരം മാറാനെന്നൊക്കെ. ഗംഗ മോതിരം കയ്യിലെടുത്തിട്ട് നകുലിനിടാൻ തുടങ്ങുമ്പോഴേക്കും കയ്യിൽ നിന്ന് മോതിരം താഴെ വീഴുകയാണ്. മോതിരം ഉരുണ്ടുരുണ്ട് മഹിയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നു. മഹി അപ്പോൾ മഹിയുടെ എൻഗേജ്മെന്റ് സമയത്തും ഇതുപോലെ സംഭവിച്ചത് ഓർക്കുന്നുണ്ട്. മഹിയുടെ കയ്യിൽ നിന്ന് മോതിരം പോയിട്ട് ഗംഗയുടെ കയ്യിൽ ചെല്ലുന്നതും ഗംഗ എടുത്തു കൊടുക്കുന്നതുമൊക്കെ ഓർക്കുകയാണ്. മഹി താഴെ വീണ് കിടക്കുന്ന മോതിരമാണെങ്കിൽ കയ്യിലെടുക്കുന്നു. ആ മോതിരവുമായിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗയുടെ അടുത്ത് ചെന്നിട്ട് ഗംഗയുടെ കൈ പിടിക്കുന്നു. അത് കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട്. എല്ലാവരും കരുതുന്നുണ്ട് ഗംഗയുടെ കയ്യിലേക്ക് മഹി മോതിരം ഇടാൻ പോവുകയാണെന്ന്. മാളുവിനും ഗൗരിക്കുമൊക്കെ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ഗംഗയും പ്രതീക്ഷിക്കുന്നത് മഹിയേട്ടൻ ഗംഗയുടെ കയ്യിൽ മോതിരം ഇടാൻ പോവുകയാണെന്നാണ്. പക്ഷെ ഗംഗയുടെ കയ്യിലേക്കാണെങ്കിൽ മോതിരം കൊടുക്കുകയാണ് മഹി ചെയ്യുന്നത്. അത് കാണുമ്പോൾ ശ്രേയയ്ക്കും ശ്രേയയുടെ അമ്മയ്ക്കും ഒക്കെ സമാധാനമാകുന്നു. അതേസമയം മാളുവിനും ഗൗരിക്കും സങ്കടമാകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്